ഇറാന് ഇടപെടാൻ അവസരം നൽകരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധസമാന സാഹചര്യങ്ങളെല്ലാം ഇറാനിൻ്റെ ഉൽപ്പത്തിയാണ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ്. എന്നാൽ ഇതുവരെ കാണാത്തതിൽ നിന്നും വ്യത്യസ്തമായി അറേബ്യൻ മേഖലകളിലെല്ലാം ഇറാന് വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും അമേരിക്കക്കെതിരെ നിലപാടെടുക്കാൻ ഇറാന് സാധിക്കുന്നുമുണ്ട്. അതവർ വിജയിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരവസ്ഥ തുടർന്നാൽ മിഡിൽ ഈസ്റ്റിൻ്റെ സർവാധിപത്യം ഇറാനിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം നിലനിൽക്കും എന്നതിനാൽ അവരുടെ താല്പര്യം സംരക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഇടപെടലുകൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവണമെന്നും പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീക്കണമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനം അല്ലെങ്കിൽ നിലപാട് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് സൗദി അറേബ്യയുമായുള്ള സന്ദർശനത്തോടനുബന്ധിച്ച് ഈ മേഖലയിൽ വളരെ അടിയന്തരമായ രീതിയിൽ തങ്ങൾ വരാനുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് ഗസ പ്രശ്നം തന്നെയാണ്. ഒരു ഗസ വിഷയം ഇസ്രായേലും ഗസയും തമ്മിൽ മാത്രം അവസാനിക്കുന്നതല്ല, അത് മിഡിൽ ഈസ്റ്റിലും സർവോപരി മുഴുവൻ മുസ്ലിം രാജ്യങ്ങൾക്കും അത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതിൽ അമേരിക്കയുടെ ഇടപെടൽ രൂക്ഷമായ രീതിയിൽ വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഈ ഇടപെടലുകളും അല്ലെങ്കിൽ ഈ വലിയ മുന്നേറ്റം ഉണ്ടാവാൻ പ്രധാനമായിരിക്കുന്ന കാര്യമായിട്ട് പറയുന്നത് ഇറാൻ്റെ അപ്രതീക്ഷിതമായിരിക്കുന്ന ഇടപെടലുകളും മറ്റുള്ള രാജ്യങ്ങൾക്ക് അവർ നൽകുന്ന പിന്തുണയുമാണ്. ഇതാണ് ഇല്ലാതാവേണ്ടത്. ഇതില്ലാതാവണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഗസ സ്വാതന്ത്ര്യമാവുക എന്നല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ല. അങ്ങനെയാണെങ്കിൽ പോലും നമ്മളതിന് എതിർപ്പ് നിൽക്കേണ്ട കാര്യമില്ല. ഇസ്രായേലിനേക്കാളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളാണ് നമ്മൾക്ക് പ്രാധാന്യമുള്ളത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇത് എത്രത്തോളം ഉചിതപരമായ രീതിയിൽ അല്ലെങ്കിൽ എത്രത്തോളം ഗുണപരമായ രീതിയിൽ എത്തിക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ച രണ്ടാം ഘട്ടത്തിൽ ആരംഭിക്കുമെന്നാണ്. ഇപ്പോൾ സൗദി അറേബ്യ സന്ദർശനം നടത്തി ഖത്തറിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് നീങ്ങുന്നത്. കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ അജണ്ടയും നിലപാടും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത്. ഗസ പ്രധാന വിഷയമാണ്, ഇസ്രായേൽ അതൊരു പ്രധാന വിഷയമല്ല. ഇവിടെ വിഷയം തീർന്നിട്ടില്ലെങ്കിൽ ഈ യുദ്ധം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നേരിട്ട് ഇടപെടാനും സൈനികപരമായും മറ്റു തരത്തിലുള്ള സഹായങ്ങൾ നൽകാനും ഇറാൻ തയ്യാറാണ്. ഇറാനെ വലിയ രീതിയിൽ വിശ്വാസത്തിലെടുത്തിരിക്കുന്നു അറബ് രാജ്യങ്ങൾ. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇതിനു മുൻപൊന്നും മിഡിൽ ഈസ്റ്റുമായിട്ട് ഇറാൻ ബന്ധമില്ലായിരുന്നു. മാത്രമല്ല ശത്രുപക്ഷത്തിൽ നിന്നുകൊണ്ടായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിച്ചിരുന്നത്. ഇന്ന് അവസ്ഥകൾക്ക് വലിയ മാറ്റം വന്നു. ചൈനയുടെ നേതൃത്വത്തിൽ സൗദി അറേബ്യയുടെയും ഇറാനും തമ്മിലുള്ള വിഷയങ്ങൾ തീർത്തതോടുകൂടി അവർ ഐക്യപ്പെടുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവ് ഉണ്ടാവുകയും ചെയ്തു. വെറുതെ ഒരു വ്യക്തി അങ്ങോട്ട് പോകുന്ന രീതിയിലല്ല, നിലപാടുകൾ പറയാനും അവരുടെ കാര്യങ്ങൾ കൃത്യമാക്കാനും വേണ്ടിയാണ് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിച്ചത് എന്നുള്ളതും ഇതിനു മുൻപ് 3 തവണയെങ്കിലും ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഈ സൗദി അറേബ്യ സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ ഉരുത്തിരിഞ്ഞിരിക്കുന്ന കുറച്ച് ആശയങ്ങൾ ഇപ്പോൾ പ്രകടമായി വരുന്നു എന്നാണ് അമേരിക്കയുടെ നിരീക്ഷണം. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ ഇതേ സാഹചര്യം തുടരുകയാണെങ്കിൽ യമനിൽ ഉണ്ടായിരിക്കുന്ന അതേ നഷ്ടം അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകും. സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും ആയുധ രംഗത്തും നഷ്ടമുണ്ടാവുകയും നയതന്ത്ര ബന്ധത്തിൽ അത് സാരമായിട്ട് ബാധിക്കുകയും പെട്രോൾ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രത്യേകിച്ചൊരു അഭിപ്രായങ്ങൾ പറയാനില്ലാത്തൊരു സാഹചര്യം അമേരിക്കയിൽ എത്തിച്ചേരുകയും ചെയ്യും. ഈ സാഹചര്യം ഒഴിവാക്കാൻ ഗസയ്ക്ക് സ്വാതന്ത്ര്യം നൽകുക അല്ലെങ്കിൽ ഗസയിൽ പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമം ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അങ്ങനെ ആ സമയത്ത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാൻ വലിയ രീതിയിൽ ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കാത്തൊരു സാഹചര്യം വരികയും അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിൽ ഏറെക്കുറെ അറബ് രാജ്യങ്ങൾ തങ്ങളെ വിശ്വസിക്കുകയും ചെയ്യും. ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്കകത്ത് അമേരിക്കയുടെ സൈനിക മേഖല പോലും ഭീഷണിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. യമനുമായി പരമാവധി എല്ലാ മേഖലയിലും എല്ലാ രീതിയിലും എതിർപ്പും പ്രതിരോധവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അങ്ങനെ ഒടുവിൽ ആയുധം വെച്ച് കീഴടങ്ങുന്ന തരത്തിൽ അമേരിക്ക തോൽക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. ഇതേ സാഹചര്യങ്ങൾ ഇനിയും ഇറാൻ്റെ മുമ്പിൽ ഉണ്ടാകുന്ന സമയത്ത് ലോകത്തിന് മുൻപിൽ അമേരിക്ക നാണം കെട്ടു പോകും എന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റ് ഒരിക്കലും ഒരു സൈനിക ബലമുള്ള ശക്തിയായിട്ട് അമേരിക്കയെ അംഗീകരിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ റഷ്യക്കും ചൈനക്കും വലിയ രീതിയിലുള്ള സ്വീകാര്യതയും അംഗീകാരം നൽകാനുള്ള സാധ്യതയുണ്ട്.
ഇതെല്ലാം കൂടി മനസ്സിലാക്കുന്നത് എല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് ഇറാൻ്റെ ഇടപെടലുകളാണ്. അത് യമൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ലെബനാൻ്റെ കാര്യത്തിലാണെങ്കിലും സിറിയയുടെ കാര്യത്തിലാണെങ്കിലും ഫലസ്തീൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അവരുടെ പ്രോക്സി വിഭാഗം അതിശക്തമായ രീതിയിൽ ഇടപെടൽ നടത്തുകയും അവരുടെ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ വെച്ചുകൊണ്ട് ആക്രമിക്കുകയും ചെയ്യുന്നു. അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെ നിർമ്മിതമായിരിക്കുന്ന പ്രതിരോധ സംവിധാനത്തിനും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ നിർമ്മിതമായിരിക്കുന്ന പ്രതിരോധ സംവിധാനത്തിന് പോലും സാധിക്കാത്ത വിധം ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണം അതികഠോരമുള്ളതാണ് എന്നുള്ളത് അമേരിക്കക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടത് ഈ അടുത്താണ്. അതുകൊണ്ടാണ് അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പൂർണ്ണമായ രീതിയിൽ അവസാനിപ്പിക്കാൻ വേണ്ടി ഏറെക്കുറെ ഒരു തീരുമാനത്തിലെത്തിയത്. പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ലോകം മുഴുവനും എതിർക്കുന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നു. 3-ലധികം തവണ യുദ്ധം നിർത്തിവെക്കാൻ വേണ്ടി UN സഭ പറയുന്നു. ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് അമേരിക്കയുടെ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് മൂന്നാം ലോക രാജ്യങ്ങളും അറബ് രാജ്യങ്ങൾ പോലെയുള്ള സാമ്പത്തിക മുന്നേറ്റമുള്ള രാജ്യങ്ങളൊക്കെ അമേരിക്കയിൽ നിന്ന് അകന്നു പോകുന്നത് ഇത്തരം ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം ഇസ്രായേൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് പിന്തുണ നൽകുന്നത് കൊണ്ടാണ്. 1,00,000-ലധികം ആളുകളാണ് ഗസയിൽ മാത്രം മരണപ്പെട്ടതെന്ന് പറയുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഗൗരവവും തീവ്രതയും അളക്കാൻ പറ്റാത്തതാണ് എന്നുള്ളത് കൃത്യമാണ്. ഒരു വലിയ റിപ്പോർട്ട് തന്നെയാണ് അമേരിക്കയുടെ പ്രസിഡന്റിന് മുമ്പാകെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ, അത് വിജിലൻസ് എന്നൊക്കെ പറയുന്നുണ്ട്, അത് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സംഘം ഈ മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ അവലോകനം ചെയ്തുകൊണ്ട് റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് ട്രംപ് തന്നെ നിയോഗിക്കപ്പെട്ടതാണ്. അവർ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലും നമ്മൾ ലക്ഷ്യം കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലൊന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. കാര്യങ്ങളുടെ സ്ഥിതികളൊക്കെ അതിഗൗരവമുള്ളതും ഭയങ്കരവുമാണ്. നമ്മളുടെ പ്രതിരോധ സംവിധാനത്തിനൊന്നും അവരെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തൊക്കെ ഇറാനുമായിട്ട് യുദ്ധമില്ല, യുദ്ധത്തിന് തങ്ങൾ തയ്യാറല്ല എന്നൊരു നിലപാടിലേക്ക് അമേരിക്ക എത്തിയത്. അവരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് വിജയിക്കാൻ സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അമേരിക്ക ഇപ്പോൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് താൽക്കാലികമായിരിക്കുന്ന യുദ്ധവിരാമത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതായത് വെടിനിർത്തലല്ല, പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമം. അതിന് ബന്ദികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഏകദേശം ധാരണയുണ്ടാക്കിയിട്ട് പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമം ഉണ്ടാകുന്നതോടുകൂടി ഏറെക്കുറെ ഇവിടെ ശാന്തമാവുകയും ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം കിട്ടുകയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾക്കും ഒരു പരിധിവരെ സുരക്ഷ കിട്ടാനുള്ള ഇത് കാരണമാവുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്നാൽ ഇസ്രായേൽ ഇത് ഏത് തരത്തിലാണ് അംഗീകരിക്കുക, ഇസ്രായേൽ ഇത് അംഗീകരിക്കുമോ ഇല്ല എന്ന കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോൾ അതിന് ട്രംപ് പറഞ്ഞിരിക്കുന്ന മറുപടി ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ അനുവാദം ഒന്നും ഇപ്പോൾ ആവശ്യമൊന്നുമില്ല. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ റഷ്യയും തമ്മിൽ മാത്രമാണ് ഉക്രൈൻ ഒഴിവാക്കിയിട്ടാണ്. അപ്പോൾ ആ ചർച്ച നടത്താൻ വേണ്ടി ഈ നിലവിലെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ ചർച്ച നടത്താൻ വേണ്ടി ഇസ്രായേലിൻ്റെ സംഭവം ആവശ്യമില്ല. മാത്രമല്ല, ഞങ്ങൾ ആയുധം നൽകാതിരുന്നാൽ അവസാനിക്കുന്നത് മാത്രമേ ഉള്ളൂ അവരുടെ യുദ്ധം, അതുവരെ മാത്രമേ അത് നിലനിൽക്കൂ എന്നുള്ളിടത്തേക്ക് യഥാർത്ഥത്തിൽ ട്രംപ് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ വിഷയം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഗസ സ്വതന്ത്രമാവുക, അവിടെ പ്രശ്നങ്ങൾ തീരുക എന്നതിനപ്പുറം അവരുദ്ദേശിക്കുന്ന കാര്യം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് മേൽക്കോയ്മ ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം. അവരെന്ത് ചെയ്യണം? അവർക്ക് ആധിപത്യം ഈ മേഖല ഉണ്ടാവരുത്. അതിന് ഗസ സ്വതന്ത്രമാവുകയാണെങ്കിൽ അതിനും പ്രശ്നമില്ല എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ ഖത്തറിൽ നടക്കുന്ന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ ഇതിന് തീരുമാനമാവാനുള്ള സാധ്യതകളുണ്ട് എന്ന് വിലയിരുത്തുന്നു. അറബ് രാജ്യങ്ങൾ ഏകോപനത്തോടും ഐക്യത്തോടു കൂടി ഈ നിലപാട് പറഞ്ഞതോടുകൂടി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.